കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ ജന്തർ മന്ദിറിലെ സമരം അവസാനിപ്പിക്കുന്നതായി CJP പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെയായിരുന്നു കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും CJP പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിക്കും. ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകും. എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച സാഹചര്യത്തിൽ ജന്തർ മന്ദിറിൽ നിന്ന് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോകണമെന്ന് CJP നേതാക്കൾ ആവശ്യപ്പെട്ടു. इसी चीज का अंडरस्टैंडिंग में हम लोगों ने सरकार के साथ एक ड्राफ्ट शेयर किया है. जो गारंटी है रिटन में वो सरकार ने बोला है कि हमारे साथ वो ट्यूसडे तक शेयर करेंगे. हमें आशा है कि ट्यूसडे तक जो गारंटी है सरकार के तरफ से इन राइटिंग ये FIRs के बारे में और एनी फ्यूचर एक्शन के बारे में वो हमें मिल जाएगी. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ദേശദ്രോഹികളെന്നും വിദേശ ഫണ്ടിങ്ങിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്നവരെന്നുമൊക്കെ ആദ്യം ചാപ്പകുത്താൻ ശ്രമിച്ചവരെ തന്നെ അവർ നിർദ്ദേശിച്ച സ്ഥലത്ത് വിളിച്ചു വരുത്തി ഒടുവിൽ അവർ പറഞ്ഞ 3 പ്രധാനപ്പെട്ട ഉപാധികളും ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു സർക്കാരിന്. എല്ലാ ഉപാധികളും പൂർണ്ണമായും ഗ്യാരണ്ടിയോടുകൂടി എഴുതി ഒപ്പിട്ട ശേഷമല്ലേ ജന്തർ മന്ദിറിലെ സമരം പിൻവലിച്ചത്? അരുൺകുമാർ, കേന്ദ്രമന്ത്രിമാർ CJP നേതാക്കളുമായി നടത്തിയ 3ാമത്തെ ചർച്ചയാണ് ഇന്ന് വിജയം കണ്ടത്. പ്രധാനമായും 3 ആവശ്യങ്ങൾ മുന്നിൽ വെച്ചിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയായിരുന്നു. അത് ഉച്ചയോടെ തന്നെ സംഭവിച്ചു. അതിനുശേഷമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ദില്ലിയിൽ വെച്ച് ചർച്ച നടത്തിയത്. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരാണ് ചർച്ചയ്ക്കായി എത്തിയത്. CJP വക്താക്കൾ സൗരദാസും അശുതോഷ് റാങ്കയും CJPക്ക് വേണ്ടിയും എത്തി. അങ്ങനെ ചർച്ച നടക്കുന്നു. 3 ആവശ്യങ്ങളിലൊന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, രണ്ടാമത്തേത് 1 കോടി രൂപ വീതം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരമായി നൽകണം എന്നുള്ളത്, മറ്റൊന്ന് കേസുകൾ, സമരക്കാർക്കെതിരെ ഉള്ള കേസുകൾ പിൻവലിക്കണം എന്നതാണ്. ഈ 2 ആവശ്യങ്ങളും അനുകൂലമായി നടപടിയെടുക്കാം എന്നുള്ള ഉറപ്പ് നൽകി കേന്ദ്രമന്ത്രിമാർ. അതിന് പിന്നാലെയാണ് സമരം പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഒരാഴ്ചക്കകം, ചൊവ്വാഴ്ചയാണ് കൃത്യമായി സമയം പറഞ്ഞിരിക്കുന്നത്, ഇതിനോടകം രേഖാമൂലം ഉറപ്പ് നൽകാം ഈ വിഷയങ്ങളിൽ എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ ഡൽഹി പോലീസ് എടുത്ത കേസുകളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ എടുത്ത കേസുകളൊക്കെ പൂർണ്ണമായും പിൻവലിക്കുമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകാം എന്ന് കേന്ദ്ര സർക്കാർ CJPക്ക് വാക്കു നൽകിയിട്ടുണ്ട്. പരീക്ഷാ നടത്തിപ്പിൽ 5 നിർദ്ദേശങ്ങൾ CJP നൽകിയിട്ടുണ്ട്. ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കും. 4 ആഴ്ചക്കകം കേന്ദ്ര സർക്കാരുമായി ഈ വിഷയത്തിൽ അടുത്ത ഘട്ട ചർച്ച നടത്തും. 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശം പ്രധാനമന്ത്രിയുമായി കൂടിയാലോചിച്ച് എത്ര രൂപ നഷ്ടപരിഹാരം നൽകാൻ പരമാവധി കഴിയുമോ അത്രയും തുക നൽകാമെന്ന ഉറപ്പുകൂടി നൽകി. ഏതായാലും CJPയെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വെച്ച എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു. അങ്ങനെ ഒടുവിൽ CJPയും കേന്ദ്രമന്ത്രിമാരും സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയാണ് സമരം അവസാനിക്കുന്നതായി പ്രഖ്യാപിച്ചത്. അരുൺ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.